ലാൻഡ് ഓഫ് 1000 ലേക്സ് എന്നറിയപ്പെടുന്ന ഫിൻലാൻഡിൽ 1000 ഒന്നും അല്ല കേട്ടോ, ഏകദേശം 1,80,000+ ലേക്സ് ഉണ്ട്. ഫിൻലാൻഡിലെ ലേക്സിനെ പറ്റിയും കാര്യങ്ങളെല്ലാം ഞാൻ വഴിയേ പറയാം. ഇവിടെ ഇപ്പോൾ സമ്മർ സീസൺ ആണ്, അത് കാരണം നല്ല വെയിലും നല്ല ക്ലൈമറ്റും ആണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ നടന്ന് ഒരു ബസ്സൊക്കെ പിടിച്ച് നമുക്ക് ലേക്കിൻ്റെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചത്. നമ്മൾ റെഡിയായി വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങാൻ നേരത്തെ എൻ്റെ മാമൻ്റെ കുട്ടിയാണെങ്കിൽ അവിടെയുള്ള ഒരു ഫ്ലവർ എൻ്റെ തലയിൽ വെച്ചിട്ട് ഞാൻ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യേണ്ടത് കേട്ടോ. അത് നല്ല ക്യൂട്ടായിരുന്നു. How is it? Beautiful? Of course. How does it look? Beautiful? How beautiful. പൂ വെച്ചിട്ട് നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് തലേന്ന് മാറ്റി. പിന്നെ ആൾക്കാർ വിചാരിക്കും എനിക്ക് വട്ടാന്ന്. എല്ലാ സ്ഥലങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട്. എന്നാലും ഞാൻ ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ചത് ബിൽഡിങ്സും എല്ലാത്തിലും ഉപരി നേച്ചറിസ്റ്റിക് ആയിട്ട് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പോൾ ഈ ഒരു നടക്കുന്ന വഴിയിൽ ആ ഒരു മരങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഞാനൊരു വാമ്പയർ ഡയറീസ് സീരീസൊക്കെ കാണുമ്പം അതിലെങ്ങനെയാണോ സ്ഥലം അത് ഓഫ് കോഴ്സ് ഇത്രയും മരങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും എയർ എന്തോരം ഫ്രഷ് ആണെന്നുള്ളത് നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് നമ്മൾ അതിലൂടെ നടക്കുമ്പോൾ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് ആരും തന്നെ വീട്ടിൻ്റെ ഉള്ളിലിരിക്കുകയല്ല, എല്ലാവരും പുറത്ത് ഇങ്ങനെ നടക്കലാണ്. പട്ടിക്കുട്ടികളെ കൊണ്ട് നടക്കൽ, പിന്നെ ഇതുപോലത്തെ ഏജ് ഗ്രൂപ്പിലെ പിള്ളേർ, പിന്നെ എല്ലായിടത്തും ഓപ്പൺ പാർക്സ് ഉണ്ട്. അപ്പം പാരൻസ് ആണെങ്കിൽ കുട്ടികളെ കൊണ്ടുവന്ന് ഊഞ്ഞാലടിക്കൽ, അങ്ങനെ എല്ലാവരും ഭയങ്കര എൻഗേജിങ് ആട്ടോ. ഞാൻ തന്നെ ആണെങ്കിൽ അവിടെ പോയിട്ട് ഞാൻ വെറുതെ വീട്ടിലിരിക്കില്ല, ഇടയ്ക്ക് ചുമ്മാ നടക്കാൻ ഇങ്ങനെ പോകും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ നമുക്ക് ഇരിക്കാനായിട്ടുള്ള സ്ഥലങ്ങൾ ആൻഡ് എവറിത്തിങ് ഇറ്റ്സ് സോ പെർഫെക്റ്റ്. ഓക്കെ, നമ്മളിന്ന് പോകുന്ന ലേക്ക് എന്ന് പറയുന്ന ഒരു ബസ് കയറിയിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ആൻഡ് ഈവൻ നടക്കുന്ന വഴിയിൽ റോഡ്സ് കുറച്ച് പാസ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ദാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ. പെട്ടെന്ന് നോക്കിയപ്പോഴേ അവിടെ ഒരു സ്കെൽട്ടൻ ഇരിക്കണത്. Okay. That is so amazing. Wow, this is so cool. അത് ശരിക്കും എൻജോയ് ചെയ്യണ്ട കേട്ടാ. ഇതെന്ത് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടോ? ഇതൊക്കെ എന്താ? ബസ് നമ്മൾ ഇവിടെ നിന്ന് നോക്കണം. അപ്പോൾ ഓരോ റൂട്ടിലേക്കുള്ള ഓരോ ബസ്സസ് ഉണ്ടാവും. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ആ റൂട്ടിലെ ബസ്സിലോട്ട് കയറിയാൽ മതി. പിന്നെ ഇവിടെ തന്നെ ട്രെയിൻ ഉണ്ട്. ഹെൽസിങ്കിയിലോട്ടൊക്കെ പോകാനായിട്ട് ഇവിടെ നിന്ന് ഡയറക്റ്റ്ലി ട്രെയിൻ ഉണ്ട്. എല്ലാ ബസ് സ്റ്റേഷൻസിലും ഇതുപോലെ സ്കെഡ്യൂൾസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൺഡേ ടു ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ബസ്സസിനെ പറ്റിയിട്ടാണിത്. ആദ്യത്തെ കോളം എന്ന് പറയുന്നത് അവറാണ്, പിന്നെ മിനിറ്റ്/ബസ് നമ്പറാണ്. അത് വിച്ച് മീൻസ് ആ സൺഡേ നോക്കുക. അതിൽ 6 മണി കഴിഞ്ഞ് 35 മിനിറ്റിൽ 227 എന്ന് പറയുന്ന ബസ് വരും. അതുപോലെ ഓരോ മണിക്കൂറിൽ എത്ര മിനിറ്റിന് ശേഷം ഓരോ ബസ് വരും എന്നുള്ളതാണ്. ഇനി 227, 215 ഇതൊക്കെ ഏത് റൂട്ടിൽ പോകണം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് HSL എന്ന് പറയുന്ന ഒരു ആപ്പ് അല്ലെങ്കിൽ ഗൂഗിൾ മാപ്സിൽ എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ 227 എന്ന് പറയുന്നത് ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത് എന്നെല്ലാം. എനിവേസ് നമുക്ക് പോകേണ്ട ബസ് 215 ആണ്. അത് 5 മിനിറ്റിൽ വരുമെന്നാണ്. സോ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. ആൻഡ് ഫൈനലി ബസ് വന്നു. ഈ ബസ് യൂസ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ കാണാൻ പറ്റും. അതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാട്ട് എന്ന് വെച്ചാൽ.
ട്രാക്സ് ഉണ്ട് ഓടാൻ വേണ്ടിയിട്ട്. ആൾക്കാരൊക്കെ അവിടെ നന്നായിട്ട് ഓടുന്നുണ്ട്. ഒറ്റയ്ക്ക് വെറുതെ, അതായത് നമ്മുടെ ആ വീടിൻ്റെ അവിടെ നിന്ന് ബസ് കയറി കഴിഞ്ഞാൽ ആ ഒരു ബസ്സിൻ്റെ ഈ ഒരു സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങാം. നല്ല വലിയ മരം അല്ലേ? ആ, ഇവിടെ സീസണൽ വീഡ്സ് പോലെ വളരുന്ന ഫ്ലവേഴ്സ് പോലും കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് കാരണമാണ് ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണായിരുന്നു. പിന്നെ എൻ്റെ പുറകിൽ കാണുന്നതെന്ന് പറയുന്നത് വിൻ്റർ ടൈമിലൊക്കെ ഇൻഡോർ പ്ലേയിങ് ഏരിയാസ് ഉണ്ടല്ലോ, അതായത് ഫുട്ബോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ്. അങ്ങനെ നമ്മൾ നടന്ന് നേരെ ചെല്ലുമ്പോൾ ദാ അവിടെ കാണുന്നതാണ് നമ്മുടെ ലേക്ക് എന്ന് പറയുന്നത്. ഫിൻലാൻഡിലെ മെജോറിറ്റി ലേക്സ് എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ആണ്. ആൻഡ് മെനി ഓഫ് ദ ലേക്സിലെ വാട്ടർ ഈവൻ ഡ്രിങ്കിങ് പേർപ്പസിന് വേണ്ടി ഡയറക്റ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ആൾക്കാർ ലേക്സ് കൂടുതൽ യൂസ് ചെയ്യുന്നത് സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ട്, ഫിഷിങ്ങിന് വേണ്ടിയിട്ട്, പിന്നെ ലേക്കിൻ്റെ സൈഡിൽ പിക്നിക്സ് പോലെ ഫാമിലിയും ഫ്രണ്ട്സായിട്ട് വന്നിരിക്കും, സൺബാത്ത് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. ആൻഡ് ഫോർ ഷുവർ ഇവിടുത്തെ എൻവയൺമെൻറ്റ് ലോസ് എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ പ്യുവർ ക്ലീൻ ആണ് സറൗണ്ടിങ്സും കാര്യങ്ങളും എല്ലാം. സോ ഈ വീഡിയോയിൽ തന്നെ ദാ ഫിഷിങ് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ലേക്സിൻ്റെ അപ്പുറത്ത് കണ്ട കുറേ വൈൽഡ് ഏരിയാസ് അവിടെയൊക്കെ നമ്മൾ നടക്കുന്നുണ്ട്. സോ നമുക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യാം. വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ജസ്റ്റ് നോക്കാൻ ഞാൻ ഇങ്ങനെ ചുമ്മാ കൈ ഡിപ്പ് ചെയ്തു കേട്ടോ. നല്ല തണുത്ത വെള്ളം, എൻ്റെ കൈ തന്നെ ഐസ് പോലെയായി. ഞാൻ ഓർക്കുമായിരുന്നു ഇതാ ആ പാസേജ് ഉണ്ടോ, ആ ഒരു പോയിന്റിലോട്ട് ജസ്റ്റ് ഒന്ന് നടന്നാലൊന്ന്. ബിക്കോസ് അവിടെ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, നോക്കാം എന്തായിരിക്കും ഒന്ന്. ഇവിടെ ഇപ്പം സമ്മർ സീസൺ ആയത് കാരണം എല്ലാവരും തന്നെ
എന്താ സൺ ബാത്ത് എടുക്കാനും അങ്ങനെയൊക്കെ വരുന്നുണ്ട് എല്ലാവരും. എന്തോ ഒരു കൈൻഡ് ഓഫ് എന്താ അവിടേക്കൊന്ന് നടന്ന് നോക്കാം. കുറേ തിങ്സ് ഉണ്ട്. ഇവിടെയൊക്കെ നല്ല തണുപ്പുണ്ട്. സമ്മർ ആണെങ്കിലും എനിക്ക് ഏറ്റവും ഇവിടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നല്ല വീട്ടിൽ എ സി ഒക്കെ ഇട്ടിരിക്കത്തില്ലേ, ആ ഒരു ക്ലൈമറ്റ് വിത്ത് സൺ. അപ്പം അതൊരു പ്രത്യേക രസമാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ നടക്കാൻ നല്ല ഇഷ്ടപ്പെട്ടു. നേരത്തെയൊക്കെ എനിക്കങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴായിട്ട് വീഡിയോ എടുക്കുന്നത് കാരണം ആണെന്ന് തോന്നുന്നു. എന്തായാലും എനിക്ക് ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാൻ നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതാണ് ഞാൻ വിചാരിച്ചു ഇനി നാളെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ലൊക്കേഷൻസ് കണ്ടുപിടിച്ചിട്ട് ബസ് എടുക്കുക, പോവുക. കാരണം ഏറ്റവും സുഖം നമുക്ക് പോകാൻ വേണ്ടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിലാണ്. അതാകുമ്പോഴത്തേക്കും നമുക്ക് ലൈക്ക് എല്ലായിടത്തും ആക്സസിബിലിറ്റി ഉണ്ട്. അതുമാത്രമല്ല നമുക്ക് കറക്റ്റ് ലൊക്കേഷൻസ് പോണ വഴിയുമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. എന്ത് രസമാണെന്ന് നോക്കിയേ. ലാൻഡ് ഓഫ് 1000 ലേക്സ് എന്ന് പറയുന്നതിൽ ഒരു ലേക്കായിരിക്കും ഇത്. സോ രസമുണ്ട് കേട്ടോ. കുറേ പേര് അവിടെ സൺബാത്ത് ചെയ്യുന്നു, കുറേ പേര് ഇതാ അങ്ങനെ നോക്കിക്കുക അവിടെ ചൂണ്ടയിടുന്നു. ഞാൻ കാണിച്ചു തരാം. താണ്ടെ കണ്ടോ അവിടെ കുറേ പേര് ചൂണ്ടയിടുന്നുണ്ട്. എനിക്ക് ഒരു ദിവസം ഫിഷിങ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. സോ നമുക്ക് പറ്റുമെന്ന് നോക്കാം ഒരു ദിവസം. എനിവേസ് അവരവിടെ ഫിഷിങ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ പേര് സൺബാത്തും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൽ ഇപ്പം വേറെ കുറച്ച് പേര് നടന്നു പോകുന്നത് ഞാൻ കണ്ടു. ദാറ്റ്സ് വൈ ഞാനും വിചാരിച്ച ഒന്ന് എന്താണെന്ന് നോക്കിയിട്ട് വരാമെന്ന്. മറ്റേ നമ്മുടെ വാമ്പയർ ഡയറീസ് ഒക്കെ കാണുമ്പോഴേ മിസ്റ്റിക് ഫോൾസ് ഒക്കെ ഏകദേശം ഇതുപോലത്തെ സ്ഥലങ്ങളാണല്ലോ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ വാമ്പയേഴ്സൊക്കെ വരുന്നത് കാണാമല്ലോ. പക്ഷെ അത് രാത്രിയാണ്, ഇതിപ്പോൾ രാവിലെ അല്ലേ. ഒരു വാമ്പയർ ഡയറി ഫാൻ ആയത് കാരണം എനിക്ക് ഇതൊക്കെ ഭയങ്കരമായിട്ട് വാമ്പയർ ഡയറീസിലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിവേസ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഇതിലിപ്പം വേറെ കുറച്ച് പേര് അങ്ങോട്ട് നടന്നു പോകണം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ദാറ്റ്സ് വൈ ഞാൻ ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ അവിടുത്തെ പോലെ ഒരുപാട് ഇങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ സ്റ്റിൽ നമുക്കിവിടെ കുറച്ച് നേരം ഇരിക്കാം. അതിൻ്റെ തൊട്ടപ്പുറത്ത് റോഡാണ്. അതുകൊണ്ട് ബസ്സും വണ്ടിയൊക്കെ പോകണ ഒച്ച കേൾക്കാം. ഡീപ്പ് ഫോറസ്റ്റ് ഒന്നുമല്ല. നമുക്ക് ജസ്റ്റ് അവിടെ കൂടി നടന്നു പോയി നോക്കാം. ഞാനും ഏക്കയും കൂടി പണ്ട് ഒരു പ്രാവശ്യം അതിരപ്പള്ളി പോയപ്പോൾ ഏക്കയെ പറഞ്ഞിട്ടുണ്ട് എനിക്കിതുപോലത്തെ സ്ഥലത്ത് നടക്കാൻ നന്നായിട്ട് അറിയാമെന്ന്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്താ മരം കയറി മറിയാമനെ പോലെ ഇങ്ങനെ ചാടി ചാടി വേഗം വേഗം നടക്കുന്നു. ബട്ട് അവളതപ്പോൾ പറഞ്ഞത് എനിക്കിപ്പോൾ ശരിയാണെന്ന് തോന്നുന്നു. ബിക്കോസ് ഞാൻ നല്ല സ്പീഡി നടക്കുന്നുണ്ട്.
Oh my god. ആക്ച്വലി നേരത്തെയൊക്കെ എനിക്ക് ഇത്രയും ഓടിയും ചാടിയൊക്കെ വരുമ്പോഴത്തേക്കും നന്നായിട്ട് ടയേർഡ് ആവാറുണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഒരു 1.5 മന്ത് ജിമ്മിലൊക്കെ പോയത് കാരണം ഭയങ്കര ഫിറ്റ്നസ് ഫ്രീക്കൊന്നും ആയിട്ടില്ലെങ്കിൽ പോലും എനിക്ക് തന്നെ ഒരു കുറച്ചും കൂടി ഒരു എനർജി ഉള്ള പോലെ ഫീൽ ചെയ്തു ഇങ്ങനെ ഓടി കയറാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് ടയേർഡ് ആവുമായിരുന്നു. കാര്യം കോളേജ് വെച്ചിട്ടൊന്നും നമുക്ക് ഒരു ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നില്ല, ആകെ പഠിത്തം മാത്രമായിരുന്നു. അപ്പോൾ ലൈക്ക് നമ്മൾ വേഗം തന്നെ ടയേർഡാവും ഇങ്ങനെ എക്സസൈസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കാരണം. പക്ഷെ കോളേജ് കഴിഞ്ഞിട്ടാണെങ്കിലും ഇപ്പോൾ വർക്കിന് പോകുമ്പോഴാണെങ്കിലും സ്കൂട്ടറിനൊക്കെ അല്ലേ അങ്ങനെ പോകുന്നത്. അപ്പോൾ അത് കാരണം ഇങ്ങനെ എക്സസൈസ് ഒന്നുമില്ലല്ലോ, അപ്പോൾ നമ്മൾ ഇച്ചിരി ടയേർഡാവും. പക്ഷെ ഇപ്പം കുറച്ചായിട്ട് ജിമ്മിലൊക്കെ പോയി തുടങ്ങിയ കാരണം കുറച്ച് എനർജി കിട്ടും. ഈ കണ്ണട ചിലപ്പോൾ ഞാൻ തലയിലോട്ട് വെച്ച് വരുമ്പോഴത്തേക്ക് ഇത് താഴ്ത്തു പോയാൽ പിന്നെ ചിലപ്പോൾ എങ്ങാനും വള്ളത്തിൽ പോയാൽ എൻ്റെ കണ്ണട നഷ്ടപ്പെടും. അത് കാരണം കണ്ണട വെച്ചിട്ട് നമുക്ക് കിടന്നുള്ള വീഡിയോ എടുക്കാം ഗൈസ്. ഈ വീഡിയോ എങ്ങനെ അമ്മയൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് വലിയ കൊടും കാടൊന്നും അല്ല കേട്ടോ. ഇത് വളരെ എല്ലാവരും തന്നെ നടന്നൊക്കെ പോകുന്ന ഒരു ഈ ലേക്കിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹില്ലി പ്ലേസ് അത്രേ ഉള്ളൂ. അപ്പം അത് കാരണം വലിയ സീനൊന്നുമില്ല. അല്ലെങ്കിൽ ഇത് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ അമ്മ ഓർക്കും, അയ്യോ മോളെ നീ ഇച്ചിരി ശ്രദ്ധിച്ചൊക്കെ പോകണം. ഞാൻ ശ്രദ്ധിച്ചിട്ട് തന്നെ കേട്ടോ. ഡോണ്ട് ഫിയർ. ഓക്കെ, ആവശ്യത്തിനൊക്കെ നടന്നു. ഇവിടുത്തെ എങ്ങനെ ഉണ്ടെന്നൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. ഇനി നമുക്ക് ലെറ്റ്സ് ഗോ ബാക്ക്. ബിക്കോസ് അവിടെ മാമൻ ഇന്ന് ഓഫാണ്. സോ മാമനും പിന്നെ ഗൗരിയും കൂടി അവിടെ ഒരു സ്ഥലത്ത് കളിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഒരു പാർക്കുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. ബിക്കോസ് അവളെയും കൊണ്ട് വരലൊക്കെ ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് നടക്കാൻ വന്നതാണ്. അപ്പോൾ ഗൗരി മാമനും അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അങ്ങോട്ടേക്ക് നമുക്ക് പോകാം. നമുക്ക് ഈ വഴി കൂടി പോകണോ? ഈ വഴി കൂടി വേണമെങ്കിൽ പോവാം. പക്ഷെ നമ്മൾ കഠിനമായ പാതയിലൂടെ തന്നെ പോകണം ഗൈസ്. സോ വി ക്യാൻ ഗോ ലൈക്ക് ദിസ്. ഓക്കെ, ഈ വഴിയാണ് നമ്മൾ വന്നത്. നമുക്ക് വേണമെങ്കിൽ വേറെ വഴി പോവാം. പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ പോയി നിന്നായിരുന്നല്ലോ. പക്ഷെ അതിലേ പോകാൻ പറ്റത്തില്ല. നമുക്ക് ഇതിലേ തന്നെ പോകാം. നല്ല വഴികളിലൂടെ പോകാം. ആക്ച്വലി എനിക്ക് ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യാനായിട്ടുള്ള എൻ്റെ ബെസ്റ്റ് കമ്പാനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫോണാട്ടോ. അത് കാരണം എനിക്കെന്താ ഇങ്ങനെ വീഡിയോസും എടുക്കാം. അത് ഞാൻ നല്ലതായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കാരണം ഞാൻ പേഴ്സണലി ഒന്നും കൂടി എൻജോയ് ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ ഇറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, സോ ഇതിലേ ഇറങ്ങാം. ഞാൻ വന്നത് ഇതിലെയാണ്. അപ്പം ഇതിലേ പോകും.
ഞാൻ അവിടെ മോളിൽ പോയി. എന്ത് രസാണ്. എനിക്ക് ഒന്നാമത് ഇങ്ങനെ കുറേ മരങ്ങളുള്ള സ്ഥലം എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു വീക്ക് പോയിന്റ് തോന്നുന്നത്. അത്രയ്ക്ക് എനിക്കിഷ്ടമാണ്. അപ്പോൾ ഈ ഒരു തണുപ്പ് പ്ലസ് ഇങ്ങനത്തെ കുറേ മരങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഒരു രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി നമ്മുടെ ഫ്രണ്ട്സ്, നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ആൾക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ പ്ലേസാണ്. എന്നുവെച്ചാൽ ചുമ്മാ ഇങ്ങനെ സംസാരിച്ച് നടക്കുക, അതൊക്കെ എൻജോയ് ചെയ്യുന്നവർക്ക് ലൈക്ക് പറ്റിയൊരു സ്ഥലമാണ്. ആൻഡ് ബീയിങ് ടോക്കറ്റീവ്, എനിക്കിഷ്ടമുള്ളവരോട് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. പക്ഷെ എനിക്കിപ്പോൾ ഇവിടെ സംസാരിക്കാൻ ആരും ഇല്ലാത്ത കാരണം ഞാൻ വീഡിയോയോട് സംസാരിക്കും. അല്ല പിന്നെ ഇവിടെ എന്തൊക്കെയാണെന്ന് നോക്കാമേ. Can look. ഇവിടെയൊക്കെ കണ്ട കുറേ സ്പോട്ട് ഉണ്ട് ഇവിടെയൊക്കെ. അതിലിറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് നല്ല സ്പോട്ട്സൊക്കെ കാണാൻ പറ്റും. കണ്ട അവിടെ നിന്ന് അതാ ലേക്കിൻ്റെ ഒരു എഡ്ജാണ്. നമ്മളിപ്പോൾ നേരത്തെ പോയില്ലേ അതുപോലെ. Okay. ഒരു മരം ഒടിഞ്ഞു കിടക്കുന്നു ഗൈസ്. ഒരു മരം ഒടിഞ്ഞു. വാവ്. അപ്പോൾ ഇവിടെയൊക്കെ വിൻ്റർ സീസണിൽ ഇതിലൊക്കെ ഫുൾ ഐസായിരിക്കും അല്ലേ. ഇവിടെയൊക്കെ ഫുൾ ഐസായിട്ടുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. വിൻ്ററിൽ എപ്പോഴേലും ഒരു പ്രാവശ്യം വരണം. ഒരു സ്പീക്കർ അല്ലെങ്കിൽ ഇയർഫോൺസ് എടുക്കാമായിരുന്നു, പാട്ട് കേട്ടിരിക്കുമായിരുന്നു കുറച്ച് നേരം. ബട്ട് ഐ ഡിഡ്ന്റ് ടേക്ക്. ഇനിയും നമ്മൾ വേറെ സ്ഥലത്തൊക്കെ പോകുമല്ലോ, സോ ഞാൻ എടുക്കാം. ഈ കമ്പ് കണ്ടപ്പോൾ നൈസായിട്ട് ഞാൻ നൈസായിട്ട് മേടിച്ചു. പക്ഷേ ഇവിടെ അങ്ങനെ സീനില്ല. വേണ്ട, ഇഷ്ടംപോലെ ആൾക്കാർ നടന്നൊക്കെ പോകുന്നുണ്ട്. ഇത് കണ്ടോ, രണ്ട് വഴികളുണ്ട്, 1 and 2. ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം നമുക്ക്. ഏത് ചൂസ് ചെയ്യും? ദിസ് വൺ. ഇത് ചൂസ് ചെയ്യാം. ഓക്കെ. ഇത് നമ്മൾ ചൂസ് ചെയ്തപ്പോൾ കണ്ട, ഇത് നമ്മൾ ചൂസ് ചെയ്തപ്പോൾ നേരത്തെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ നോക്കിയപ്പോൾ കുറേ പേര് ചൂണ്ടയിട കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ സ്ഥലത്തെത്തി. ഇതൊക്കെ വേറെ നാട്ടിലെ ആൾക്കാരാ, പിന്നെ കിട്ടിയാവും. Wow, so nice. താഴത്തോട്ടോ ജമന്തി പൂവോ, ജമന്തി പൂവ് പോലത്തെ ഒരു പൂവ്.
സംസാരം കേട്ടിട്ട് ചൈനക്കാരാണോ എനിക്കറിയത്തില്ല, ഏതോ ഭാഷക്കാര്. ഞാൻ ഇംഗ്ലീഷിൽ ചുമ്മാ മിണ്ട് എത്ര മീനിനെ കിട്ടിയെന്ന് ചോദിച്ചു. Do you want to sit, Gauri? Do you want to sit? Then you can sit there. ഇതെന്താ സാധനം എനിക്ക് മനസ്സിലായി. പൊക്കാൻ പറ്റൂല, ഭയങ്കര സ്ട്രോങ് ആണ്. അയ്യോ എനിക്കൊന്നും പറ്റണല്ലോ പൊക്കാൻ. ഇത് പൊക്കണതാണോ ഇല്ലാന്ന് തോന്നുന്നു, എനിക്ക് മനസ്സിലായില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നല്ല കാറ്റുണ്ട്. ഓക്കെ, പറ്റുന്നത്രയൊക്കെ ഇവിടെ ഞാൻ കറങ്ങി നടന്നു കണ്ടു. ഇനി വീട്ടിൽ പോവാം. ആൻഡ് മണി ഇത്രയും നോക്കട്ടെ. ഇപ്പം ഇവിടെ സമയം 1:30. ഇപ്പം ഇവിടെ സമയം മണി ഉച്ചയ്ക്ക് 2 മണിയൊക്കെയാണ്. നാട്ടിൽ ഒരു 4:30 ആയിട്ടുണ്ടാവും ഈവനിങ്. പക്ഷെ ഇവിടെ എന്താ ഉച്ചയ്ക്ക് 2 മണിയാണെന്നുണ്ടെങ്കിലും ഒരു രാത്രി 10 മണിയാവണ വരെ ഏകദേശം ഈ ലൈറ്റൊക്കെ തന്നെ ആയിരിക്കും. ഇരുട്ടാവത്തില്ല. ഒരു 11:30 കഴിഞ്ഞപ്പോഴാണ് ഇന്നലെ ഇരുട്ടായത്. ഈ ലേക്കിൽ കുളിച്ച് കഴിഞ്ഞിട്ടേ ലൈക്ക് വാഷ് ചെയ്യണമെങ്കിലോ ബാത്ത് ചെയ്യണമെങ്കിലൊക്കെ ഇത് അവിടെ കയറിയിട്ട് കളിക്കാനുള്ള സ്ഥലമുണ്ട്. സോ വൈൽ വി വർ ഗോയിങ് ബാക്ക് പെട്ടെന്നൊരു സ്റ്റോൺ ബ്രിക്ക് ഹൗസ് പോലെ കണ്ടു കേട്ടോ. ആൻഡ് അവിടുത്തെ ആ ഒരു യാർഡും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. കരിങ്കല്ലാണിത്. സ്റ്റോൺസ് ഉണ്ട്. And to the yard, there is this beautiful yard.
ഓ മൈ ഗോഡ്. സോ യാ വി ആർ ഗോയിങ് ബാക്ക് ഹോം. സോ വളരെ നല്ലൊരു ദിവസമായിരുന്നു. ആൻഡ് വൺ ഓഫ് ദ മെയിൻ തിങ് എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും തന്നെ പെറ്റ്സ് ഉണ്ട് കേട്ടോ. പെറ്റ്സ് ഇല്ലാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. സോ അവരെയായിട്ട് വാക്കിന് പോവുക, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ എൻ്റർടൈൻമെൻറ്റ്സ്. ആൻഡ് ഫോർ ഷുവർ ഞാനും ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാനൊരു പട്ടിക്കുട്ടീനെ വാങ്ങിക്കും. എന്ത് രസമാണ്. എനിക്ക് ആക്ച്വലി ഇവിടെ വന്നപ്പം പട്ടിക്കുട്ടികളോടുള്ള പേടിയൊക്കെ മാറിയിട്ടോ. അതൊക്കെ ഞാനിനി വേറെ വ്ളോഗായിട്ട് വരാമേ. And thanks for watching. Bye.